ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 5 മാസം പിന്നിടുമ്പോൾ പല ആവർത്തി ഉയർന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് അല്ലെങ്കിൽ എന്തിനായിരുന്നു ഈ യുദ്ധം? ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഘർഷത്തിന് തുടക്കമിട്ട അമേരിക്കൻ പ്രസിഡന്റ് പല സമയത്തും പല കാരണങ്ങളാണ് പറഞ്ഞത്. ഇറാനിൽ ജനരോഷം ആളിക്കത്തിയ സമയത്താണ് ആക്രമണം എന്ന ആശയം പരസ്യമായി പ്രസ്താവിച്ചത്. അപ്പോൾ ഭരണമാറ്റം എന്നതായി കാരണം. പിന്നീട് പെട്ടെന്നൊരു നിലപാട് മാറ്റം. അത് ഇറാന്റെ ആണവ പദ്ധതിയായി. ഇസ്രയേലിന് വേണ്ടി മിസൈലുകളുടെ പ്രഹരശേഷി കുറയ്ക്കുക എന്നതും മറ്റൊരു അജണ്ടയാക്കി. പക്ഷേ യുദ്ധം പാതിവഴിയാകും മുൻപ് തന്നെ ഇറാൻ സെറ്റ് ചെയ്ത അജണ്ടയിലേക്ക് മാറി എന്ന് കാണാം. ഇടയ്ക്ക് ഇറാനുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതും ഇപ്പോൾ ചർച്ച നടക്കുന്നതും ഇറാൻ ഉയർത്തിക്കാട്ടിയ ആയുധത്തെക്കുറിച്ചാണ്. ഹോർമൂസ് ധാരണാപത്രം പോലും ഹോർമൂസ് തുറന്നു കിട്ടാനുള്ള ഒരു കീഴടങ്ങൽ കരാറായിരുന്നുവെന്ന് പറയേണ്ടി വരും. 14 കരാറിൽ 12 ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവയായിരുന്നു. എന്നിട്ടും ആ കരാർ പോലും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നാണ് അന്നു വന്ന റിപ്പോർട്ടുകൾ. കരാറിന്റെ പേരിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും മതനേതാക്കളും തമ്മിൽ ഭിന്നത ഉണ്ടായിരുന്നു എന്നുപോലും അന്ന് വാർത്തകൾ വന്നു. അതായത് അമേരിക്കയുടെ മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നതാണ് ഇറാനിലെ വികാരം. ഒരുപക്ഷെ അതുകൊണ്ടാകാം അതിനിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ നിന്ന്, അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്ന നിലയിലേക്ക് ട്രംപിനെ ഇറാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങും മുൻപ് ട്രംപ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളെല്ലാം യുദ്ധത്തിലൂടെ നേടിയിട്ടല്ല യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ട്രംപ് അങ്ങനെ അവകാശപ്പെട്ടാൽ പോലും യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിലുണ്ട്. ധാരണാപത്രമായും ട്രംപിൻ്റെ വെപ്രാളമായും. ആണവ കരാറിൽ ഇറാനെ കുരുക്കിയിടാൻ നോക്കിയ ട്രംപ് ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്നത് ഹോർമൂസിലാണ്. ആണവ കരാറിൽ നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിലും വേണ്ടില്ല, ആ ഹോർമൂസ് ഒന്ന് തുറക്കൂ എന്നതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇത് വെറുതെ പറയുന്നതല്ല. സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി കപ്പൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറായാൽ ആണവ കരാറിൽ എത്തണമെന്ന നിർബന്ധം ഉപേക്ഷിക്കാൻ ട്രംപ് തയ്യാറായേക്കുമെന്ന് US ഉദ്യോഗസ്ഥരെ തന്നെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറാൻ കടുംപിടുത്തത്തിൽ തന്നെയാണ്. കർശനമായ ഉപാധികളാണ് ഹോർമൂസ് തുറക്കാനായി ഇറാൻ മുന്നോട്ട് വെച്ചത് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ധാരണാപത്രം ഒപ്പിടുന്ന സമയം ഹോർമൂസ് തുറക്കാൻ ചില കർശന നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അവയൊക്കെ തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാണ് ഇറാന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം തുടങ്ങിയത്. പക്ഷേ ഈ ഓഗസ്റ്റ് മാസത്തിൽ എന്തിനാണ് അമേരിക്ക അന്ന് ഇറാനിൽ യുദ്ധം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സാക്ഷാൽ ട്രംപ് പോലും പറയുക ഹോർമൂസ് തുറക്കാൻ എന്നായിരിക്കും. അങ്ങോട്ട് കയറി ആക്രമിച്ച അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ തിരിച്ചു കൊടുത്ത പണി ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടായിരുന്നു. കൊടുത്താൽ ഹോർമൂസിലും കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഹോർമൂസ് ആദ്യം അടച്ചപ്പോൾ എത്ര കാലം ഇതും പിടിച്ച് ഇറാൻ ഇരിക്കുമെന്ന പരിഹാസമായിരുന്നു അമേരിക്കയ്ക്കും ട്രംപിനും. പക്ഷേ യുദ്ധം മുറുകി. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്ന ഹോർമൂസ് അടഞ്ഞതോടെ പണി കിട്ടിയത് വിദേശത്തു നിന്നുള്ള ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കാണ്. ഇന്ധനക്ഷാമം രൂക്ഷമായി. സ്വാഭാവികമായും അവശ്യവസ്തുക്കളുടെ വിലയും കൂടി. ഇത് ഓരോ രാജ്യത്തും ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആഘാതം വളരെ വലുതായിരുന്നു. എന്തിനധികം അമേരിക്കയിൽ പോലും ഇന്ധന വിലക്കയറ്റവും അതുവഴി അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ഉണ്ടായി. സ്വന്തം ജനത പോലും ട്രംപിന് എതിരായി. ഒടുവിൽ പരിഹാരം കാണേണ്ടത് ആണവ പദ്ധതിക്കല്ല, ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നതിനാണ് എന്ന് ട്രംപിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ഇനി ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറാകുമോ? കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഹോർമൂസ് തുറന്ന് കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുൻപുള്ളതുപോലെ സുഗമമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട്. ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറായാൽ സമഗ്രമായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകും. ഇക്കാര്യം ട്രംപ് തന്റെ മുതിർന്ന ഉപദേശകരെ അറിയിച്ചതായാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇറാന്റെ കർശന ഉപാധികൾ അമേരിക്ക അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഹോർമൂസ് തുറക്കണമെങ്കിൽ അമേരിക്ക യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി. മറ്റൊന്ന്,
ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം പിൻവലിക്കണം. ഇറാൻ മേഖലയിൽ നിന്ന് സൈന്യത്തെ മാറ്റുക. ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള പാശ്ചാത്യ സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ നീക്കുക. രാജ്യത്തിന് പുറത്ത് അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകുക. യുദ്ധത്തിലെ ഇറാന്റെ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ തന്നെയാണ് മുൻപും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിന് പിന്നാലെ സമാധാന ചർച്ചകളിൽ ഇറാൻ ആവശ്യപ്പെട്ടത് ഇതേ കാര്യങ്ങളായിരുന്നു. അന്ന് ആസ്തികൾ വിട്ടുകൊടുക്കുന്നതടക്കം ചില നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിച്ചിരുന്നുവെങ്കിലും അക്കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായില്ല. സമാധാന ചർച്ചകൾക്ക് 60 ദിവസം സമയവും ധാരണാപത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ധാരണകൾ പലതും നടപ്പാക്കാതെ വന്നു. ഇറാൻ നിർദ്ദേശിച്ച പാത ഒഴിവാക്കി സഞ്ചരിച്ച കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അമേരിക്ക ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി. ഇറാൻ തിരിച്ചടിച്ചു. ധാരണാപത്രത്തിന് സാധുത ഇല്ലെന്ന് ഇറാനും അമേരിക്കയും പറഞ്ഞു. ആ സ്ഥിതിയിൽ നിന്നാണ് എങ്ങനെയും ഹോർമൂസ് തുറന്നു കിട്ടണം എന്ന മാനസികാവസ്ഥയിലേക്ക് ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിൽ അമേരിക്കയും ഇറാനുമായി നേരിട്ട് ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് സൂചന. ഇറാനുമായി ഭാഗിക ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുമുണ്ട്. ഖത്തറും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട് എങ്കിലും മധ്യസ്ഥ ചർച്ചകളൊന്നും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്നില്ല. ഭാവിയിൽ ചർച്ച നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇറാൻ പറയുന്ന കർശന നിർദ്ദേശങ്ങളാകും മുഖ്യമായും ചർച്ച ചെയ്യേണ്ടി വരിക. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പെട്ടെന്നൊരു പിന്മാറ്റത്തിന് ട്രംപിനെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. തന്നെ ബാധിക്കുന്ന കാര്യത്തിലെ ട്രംപ് വെപ്രാളപ്പെടാറുള്ളൂ. ഇവിടെ ട്രംപിന്റെ ആശങ്ക നവംബറിൽ അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ പ്രതിസന്ധി മറ്റൊരു കാരണം. ഇറാനിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്ക കാത്തിരുന്നത്. പക്ഷേ അതുവരെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണമാകും. US-ഉമായുള്ള യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഹോർമൂസ് കടലിടുക്ക്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും അമേരിക്കൻ യുദ്ധക്കപ്പലുകളും സഖ്യകക്ഷികളുടെ കപ്പലുകളും ഇതുവഴി കടന്നുപോകാൻ പാടില്ല എന്ന് കർശനമായി ശഠിക്കുകയും ചെയ്തു ഇറാൻ. അന്താരാഷ്ട്ര വിപണിയിൽ മാത്രമല്ല അമേരിക്കയിലും ഇതുമൂലം എണ്ണ പ്രതിസന്ധി രൂക്ഷമാണ്. ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധി ട്രംപിനെ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തി. അമേരിക്കയിലും എണ്ണ പ്രതിസന്ധിയും എണ്ണ വിലക്കയറ്റവും കൂടുതലായതോടെ അമേരിക്കൻ ജനത തന്നെ ട്രംപിനെതിരെ തിരിയുന്ന സ്ഥിതിയുണ്ടായി. ഇത് നവംബറിൽ നടക്കുന്ന ഇടക്കാല ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് നല്ലോണം ആശങ്കയുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ നടന്ന ഹിതപരിശോധനയിൽ ട്രംപിന്റെ ജനപ്രീതി ഇടിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സമ്പൂർണവും അന്തിമവുമായ ഒരു ആണവ കരാറിനായി വാശി പിടിക്കുന്നതിന് പകരം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കാണ് ട്രംപ് ആലോചിക്കുന്നത്. പക്ഷേ ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറായാൽ പോലും ഹോർമൂസ് ഇനി പഴയ ഹോർമൂസ് ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഈ റൂട്ട് ഉപയോഗിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ടോൾ രൂപത്തിൽ പണം ഈടാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ ഇറാൻ എത്തിയിട്ടില്ല. ഇറാന്റെ പുനർനിർമ്മാണത്തിന് ടോൾ വഴിയുള്ള ധനസമാഹരണം അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന് അമേരിക്ക സാമ്പത്തിക സഹായം നൽകണം എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒമാൻ ഇറാൻ ധാരണയിൽ ഒരു സമുദ്രപാത തുറക്കുന്നത് ലോകത്തിന് നല്ലതാണ് എങ്കിലും അമേരിക്കയ്ക്കത് ക്ഷീണമാണ്. ഒമാനുമായി കരാറിൽ ഏർപ്പെടാൻ തടസ്സമാകുന്നത് അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് എന്ന് ഇറാൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഒമാന്റെ നിലനിൽപ്പിന് എണ്ണക്കച്ചവടം പ്രധാനമാണ്. അതുകൊണ്ടാണ് മിസൈൽ ആക്രമണം നടത്തിയ ഇറാനുമായി ഒമാൻ ചർച്ച നടത്തുന്നത്. സമുദ്രപാത എന്ന ഇറാനുമായുള്ള ധാരണ അമേരിക്കൻ ഇടപെടൽ കാരണം ഇല്ലാതാകുന്നത് ഒമാന് സമ്മതമല്ല. അതിനാൽ സമ്മർദ്ദം എല്ലാ കോണിൽ നിന്നും നേരിടുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തിയ അമേരിക്കയോട് ഇവിടെ നിന്ന് പോകണം മിസ്റ്റർ എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുകയാണ്. അപ്പോൾ പിന്നെ രംഗം എത്രയും വേഗം കാലിയാക്കുക എന്നതല്ലേ അമേരിക്കയ്ക്കും നല്ലത്.